കത്തുകളിലൂടെ മാത്രം പരിചയപ്പെട്ട തന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായി യാൻഷിങ് ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് അവളുടെ അച്ഛന്റെ ജോലിക്കാരൻ അവിടെ എത്തി അദ്ദേഹത്തിന് സുഖമില്ല എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോയത്. പക്ഷേ മന്ത്രി സാങ് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ അവൾക്ക് പോവേണ്ടി വന്നത്. അത് അവിടെ എത്തിയ ശേഷമാണ് അവൾക്ക് മനസ്സിലാവുന്നത്. ഷെന്തുവിനെ കുറിച്ച് അവളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഒരു തരത്തിലും പ്രയോജനപ്പെടുന്നതല്ല. അതുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ അവളോട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു മന്ത്രി അവളെ വിളിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നതിനപ്പുറം തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് യാൻഷിങ് തീർത്ത് പറയുന്നു. ഭർത്താവെന്ന രീതിയിൽ അവൾ ഷെന്തുവിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എങ്കിൽ അതിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്ന് മന്ത്രി അവളോട് പറയുന്നുണ്ട്. അതിന് കാരണവും അയാൾ തന്നെ പറയുന്നു. ഷെന്തു അവൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ക്രൂരനാണ്. അവന്റെ അച്ഛനെ രാജ്യദ്രോഹിയായി മുദ്ര കുത്തിയതാണെങ്കിലും അദ്ദേഹത്തിന്റെ തെറ്റുകൾ ഒരിക്കലും അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് അതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമായി അവശേഷിക്കുകയായിരുന്നു. തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള തെളിവുകളും ആർക്കും കിട്ടിയിരുന്നില്ല. ഷെന്തു തന്നെയാണ് സ്വന്തം അച്ഛനെതിരായുള്ള തെളിവുകൾ രാജ്ഞിയുടെ മുമ്പിൽ എത്തിച്ചത്. സ്വന്തം അച്ഛനെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായ അവൻ ഭാര്യയെ ഒരു വിധത്തിലും കെയർ ചെയ്യില്ല എന്ന് മന്ത്രി പറയും. മാത്രമല്ല അവൾ ഇങ്ങനെ ഒരു സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവളെയും കുടുംബത്തെയും മൊത്തത്തിൽ കൊല്ലാനും സാധ്യതയുണ്ട് എന്നും അയാൾ ഭീഷണിപ്പെടുത്തുന്നു. ഷെന്തു സ്വന്തം അച്ഛനെ പോലും ചതിക്കാൻ തയ്യാറായി എന്നുള്ളത് യാൻഷിങ്ങിന് ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. അവനെക്കുറിച്ച് അത്രയൊന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നതല്ല. യാൻഷിങ് ഇങ്ങനെ അവളുടെ വീട്ടിലേക്ക് പോയതും മന്ത്രി സാങ് അവളെ അവിടെ വെച്ച് രഹസ്യമായി മീറ്റ് ചെയ്തതുമൊക്കെ ഷെന്തുവിന്റെ അസിസ്റ്റന്റ് അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അവൻ അക്കാര്യം ഷെന്തുവിനെ അറിയിക്കുന്നു. അവൾ മന്ത്രിയുടെ സ്പൈയായി ആക്ട് ചെയ്യുന്നതിനെ കുറിച്ച് അവനും അറിയാവുന്നതിനാൽ അവൻ അതത്ര കാര്യമാക്കുന്നില്ല. പക്ഷേ മന്ത്രി സാങ് ആണോ തന്റെ അച്ഛനെ കുറ്റക്കാരനാക്കി സംശയം ഷെന്തുവിന് നന്നായുണ്ട്. അതിനായിട്ടുള്ള തെളിവുകൾ അവൻ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ ഷെന്തു സ്വന്തം അച്ഛനെ ചീറ്റ് ചെയ്തതാണെങ്കിലും ശരിക്കും അവൻ അങ്ങനെ ആയിരുന്നില്ല. മന്ത്രിക്കെതിരായി അവൻ സംശയിക്കുന്നത് പോലെ എന്തൊക്കെയോ തെളിവുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരവും അസിസ്റ്റന്റ് അവനെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അച്ഛന്റെ മെമ്മോറിയൽ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യ സ്ഥലത്തേക്ക് ചെന്ന് അച്ഛനെ കുറിച്ച് കുറച്ച് സമയം ഓർക്കുന്നുണ്ട്. മന്ത്രി പറഞ്ഞതുപോലെ അന്ന് അവൻ അച്ഛനെതിരായി തെളിവുകൾ രാജ്ഞിയുടെ മുന്നിൽ നൽകുകയായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ ഒരു വഴി തെരഞ്ഞെടുത്തതിന് എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. ഇപ്പോൾ അച്ഛന്റെ തെറ്റുകളിൽ ഒരെണ്ണം കുറയ്ക്കാനുള്ള ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് എന്നവൻ അച്ഛന്റെ മെമ്മോറിയൽ ടാബ്ലറ്റിന് മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. യാൻഷിങ് അന്ന് രാത്രി ഷെന്തുവിന്റെ വീട്ടിലേക്ക് തിരികെ എത്തുന്നുണ്ടെങ്കിലും അവൻ രാത്രി ബെഡ്റൂമിലേക്ക് വന്നപ്പോഴൊക്കെ അവൾ അവനോട് സംസാരിക്കാതെ തിരിഞ്ഞു കിടന്നതേ ഉള്ളൂ. മന്ത്രി പറഞ്ഞതുപോലെ അവൻ ശരിക്കും വളരെ ക്രൂരനായിരിക്കുമോ എന്നൊരു പേടി ഇപ്പോൾ അവളെ പിടികൂടിയിരിക്കുന്നു. അന്ന് രാത്രി അവൻ തന്നെയും തൻ്റെ കുടുംബത്തെയും കൊല്ലുന്നതായി സ്വപ്നം കണ്ട് അവൾ ഞെട്ടി ഉണരുന്നുമുണ്ട്. ഈ പേടിയൊക്കെ കാരണം അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരുമിച്ചിരുന്ന സമയത്ത് അവൾ അവനെ അത്ര കാര്യമായി മൈൻഡ് ചെയ്യുന്നില്ല. അവളുടെ ഈ മാറ്റം ഷെന്തു ശ്രദ്ധിക്കുന്നുണ്ട്. അവനും അന്ന് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുമായി വഴക്കുണ്ടാക്കുന്നു. അവൾ നല്ലതാണ് എന്ന് പറഞ്ഞ ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യപ്പെട്ട് യാൻഷിങ് അവളെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. തലേ ദിവസം അവൾ മന്ത്രിയുമായി മീറ്റ് ചെയ്തതിന്റെ ദേഷ്യത്തിലായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നാണ് അസിസ്റ്റന്റ് വിചാരിച്ചത്. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മന്ത്രിയുടെ വേറെയും സ്പൈകൾ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവളുമായി വഴക്കുണ്ടാക്കുന്നത്, അല്ലാതെ അതിലൊരു കാര്യവുമില്ല എന്ന് ഷെന്തു അവന് പറഞ്ഞു കൊടുക്കുന്നു. മുമ്പ് ഒരു തവണ അവൾ തന്നെ ഷെന്തുവിനോട് അതിനെപ്പറ്റി പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ടാണ് അവൻ മനഃപൂർവ്വം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. യാൻഷിങ് പക്ഷേ അത് മനസ്സിലാക്കിയില്ല. അവൻ ശരിക്കും തന്നോട് വഴക്കിടുകയാണ് എന്ന് തന്നെയാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. മുമ്പ് യാൻഷിങ്ങിന്റെയും ഷെന്തുവിന്റെയും ഒക്കെ ശ്രമഫലമായി അവിടുത്തെ സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു സ്കൂൾ അറേഞ്ച് ചെയ്യുന്ന കാര്യം രാജ്ഞി ഓർഡർ നൽകിയിരുന്നല്ലോ. അവിടെ ഒരു എൻട്രൻസ് എക്സാം പോലെ നടത്തിയാണ് സ്റ്റുഡൻസിനെ പഠിക്കാനായി തന്നെ എടുക്കാൻ രാജ്ഞി ഉദ്ദേശിക്കുന്നത്. ആ എൻട്രൻസ് എക്സാം നടത്തുന്നതിന്റെ ഉത്തരവാദിത്തം രാജ്ഞി ഷെന്തുവിനെയാണ് ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മന്ത്രി പക്ഷെ അതിനെ എതിർത്തിട്ട് തനിക്ക് അതിനുള്ള ഉത്തരവാദിത്തം നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. പക്ഷേ മന്ത്രിയും ലുവോഷിയും ഒക്കെ അപ്പർ ക്ലാസ്സിലുള്ളവരെ മാത്രമാണ് കെയർ ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കരുത് എന്ന് പ്രിൻസസും രാജ്ഞിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഷെന്തുവിനെ തന്നെ രാജ്ഞി അത് ഏൽപ്പിക്കുന്നുണ്ട്. യാൻഷിങ് എന്ന മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ വീടിന് മുൻവശത്തായി ആരോ മറഞ്ഞിരിക്കുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നു. അക്രമികൾ വല്ലതുമായിരിക്കുമെന്ന് കരുതി അവൾ ഒരു കത്തിയും എടുത്ത് അടുത്തേക്ക് ചെന്നതാണ്. പക്ഷെ അവിടെ ഇരിപ്പുണ്ടായിരുന്നത് മുമ്പ് ഷെന്തുവിനെ വിവാഹം കഴിക്കേണ്ടിയിരുന്ന സമയത്ത് ഒളിച്ചോടിപ്പോയ അവളുടെ ചേച്ചിയാണ്. യാൻഷിങ്ങിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടെ അങ്ങനെ ഒളിച്ചിരുന്നത്. അടുത്തിടെയായി ഷെന്തു യാൻഷിങ്ങിനെ ഉപദ്രവിക്കുന്നു എന്ന രീതിയിലാണല്ലോ പുറത്തേക്ക് വാർത്തകളൊക്കെ പോകുന്നത്. അതുകൊണ്ട് തനിക്ക് പകരം അവളാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്ന കുറ്റബോധത്തോടെയാണ് ചേച്ചി യാൻഷിങ്ങിനെ കാണാൻ വന്നത്. യാൻഷിങ് അവളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. യാൻഷിങ്ങിന്റെ നെറ്റിയിൽ അന്ന് ചെറുതായി പൊള്ളലേറ്റതിന്റെ അടയാളം ഇപ്പോഴും ഉള്ളതിനാൽ അവളെ കണ്ടപ്പോൾ അവളുടെ അമ്മ കത്തിയത് പുറത്തെ റൂമറുകളിലൊക്കെ പറയുന്നത് പോലെ ഷെന്തു അവളെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അമ്മ അതിന്റെ പേരിൽ വല്ലാതെ വിഷമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് യാൻഷിങ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചേച്ചി തിരിച്ചെത്തിയതുകൊണ്ട് അച്ഛനും ചേച്ചിയുടെ അമ്മയും ഒക്കെ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളിലാണ്. പക്ഷെ അവർ തമ്മിൽ എന്തെങ്കിലും കൂടുതൽ പറയുന്നതിന് മുമ്പ് തന്നെ ഷെന്തു കുറെ സൈനികരുമായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സാവയി എന്നാണ് യാൻഷിങ്ങിന്റെ ചേച്ചിയുടെ പേര്. ശരിക്കും സാവയി ആയിരുന്നല്ലോ തന്റെ ഭാര്യ ആവേണ്ടിയിരുന്നത്. അവൾ അതിന് തയ്യാറാവാതെ ഒളിച്ചോടി പോയിട്ട് ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് അവളെ അറസ്റ്റ് ചെയ്യാനായിരിക്കണം ഷെന്തു എത്തിയത് എന്നാണ് എല്ലാവരും കരുതിയത്. ശരിക്കും ഷെന്തു സാവയിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു എത്തിയത്. പക്ഷെ അത് ഈ വിവാഹ പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നില്ല. കാരണം എന്താണ് എന്ന് ഷെന്തു വ്യക്തമാക്കുന്നതുമില്ല. യാൻഷിങ് അവനോട് അതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവളെയും അറസ്റ്റ് ചെയ്യാൻ ഷെന്തു ഓർഡർ നൽകുന്നു.
അവരെ രണ്ടുപേരുടെയും സഹോദരൻ ഇക്കാര്യത്തിൽ ഇടപെട്ടപ്പോൾ അവനെ കൂടി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനും ഷെന്തു പറയുന്നുണ്ട്. അങ്ങനെ അവരെ 3 പേരെയും കൂടിയാണ് അവൻ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഓഫീസിൽ എത്തിയ ശേഷമാണ് അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് ഷെന്തു വെളിപ്പെടുത്തുന്നത്. സാവയ്ക്കൊപ്പം ഒളിച്ചോടിപ്പോയ ഹാൻ കൊലക്കുറ്റത്തിന് പ്രതിയായി സംശയിക്കപ്പെട്ടിരിക്കുകയാണ്. അയാൾ ഇപ്പോൾ എവിടെയാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് സാവയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷെ അവൾക്ക് അതിനെപ്പറ്റി അറിയാമായിരുന്നില്ല. തലേദിവസം രാത്രി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ സിറ്റിയിലേക്ക് വന്നത്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ എന്നെ തനിച്ചാക്കി എങ്ങോട്ടോ പോയി. എവിടേക്കാണ് പോയതെന്ന് എനിക്ക് അറിയില്ല എന്നാണ് സാവയ്യ അവരോട് പറഞ്ഞത്. ഷെന്തുവിന് അതത്ര വിശ്വാസമാവുന്നില്ല. കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഷിങ്ങും ചേച്ചിയോട് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും സാവയ്യ തനിക്ക് ഇത്ര മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഡെഡ് ബോഡി തന്നെ ഒന്ന് കാണിക്കാൻ ഞാൻ ഷിങ് ഷെന്തുവിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ കൊല്ലപ്പെട്ട ആളുടെ ബോഡി അവൾ പരിശോധിക്കുന്നുണ്ട്. ബോഡി പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ 1 മാസം മുമ്പാണ് കൊല നടന്നിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് കൊലപാതകം നടന്നത് എന്ന് ഷെന്തുവിന്റെ അസിസ്റ്റന്റ് അവളെ അറിയിക്കുന്നു. ഡെഡ് ബോഡിക്ക് അടുത്ത് നിന്ന് കിട്ടിയ തെളിവുകൾ സാവയുടെ ലവറായ ഹാനിനെതിരാണ്. കൊല്ലപ്പെട്ട ആൾ ഹാൻ പഠിച്ചുകൊണ്ടിരുന്ന അതേ സ്കൂളിലെ ഒരു സഹപാഠിയുമാണ്. അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് ആ സ്കൂളിലേക്ക് ചെല്ലുന്നു. അവിടെ സ്റ്റുഡൻസിനെയൊക്കെ ആദ്യം ഷെന്തുവിന്റെ അസിസ്റ്റന്റ് ആണ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. അവൻ ചോദിക്കുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി ചോദിച്ചാൽ അവരിൽ നിന്ന് വ്യക്തമായ മറുപടി ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് യാൻ ഷിങ് ഇടപെട്ട് ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അവൾ അവിടുത്തെ ജോലിക്കാരോടൊക്കെയാണ് ആദ്യം ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഹാനിന്റെ റൂംമേറ്റിനോടും അവൾ അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറെ പേരിൽ നിന്ന് മൊഴികളൊക്കെ ശേഖരിക്കുന്നുണ്ടെങ്കിലും സംശയകരമായി ഒന്നും കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. അന്ന് രാത്രി വീട്ടിലെത്തിയിട്ടും അവൾ അതിനെക്കുറിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷെന്തുവിനോടും അവൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ക്ലിയർ ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെയോ കുഴപ്പങ്ങളുള്ളതുപോലെ ഫീൽ ചെയ്യുകയാണ്. അത് മാത്രമല്ല, ഈ സംഭവം നടന്നത് നമ്മുടെ വിവാഹം നടന്ന ദിവസം രാത്രിയാണ്. ചേച്ചി അതിന്റെ തലേ ദിവസം തന്നെ ഹാനിനൊപ്പം ഒളിച്ചോടി പോയിരുന്നു. പിന്നെ എങ്ങനെയാണ് അയാൾ കൊലപാതകയാകുന്നത് എന്ന് അവൾ സംശയിക്കും. അന്ന് ചേച്ചിക്കൊപ്പം ഒളിച്ചോടി പോയത് അയാളായിരിക്കില്ല, അല്ലെങ്കിൽ കൊല നടത്താൻ വേണ്ടിയിട്ട് അയാൾ തിരികെ എത്തിയതായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഷെന്തു ഹാനിനെ കുറ്റക്കാരനാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അവർ രണ്ടുപേരും കൂടി വഴക്കുണ്ടാവുന്നു. ദേഷ്യപ്പെട്ട് യാൻ ഷിങ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഗോസ്റ്റ് മാർക്കറ്റ് എന്നറിയപ്പെടുന്ന അടുത്തുള്ള ഒരു മാർക്കറ്റിലേക്കാണ് അവൾ പോയത്. അവിടെ ഒരു ഷോ നടക്കുന്ന സ്ഥലത്ത് അവൾ കുറച്ച് സമയം പോയി നിൽക്കുന്നുണ്ട്. നിഴലുകൾ ഉപയോഗിച്ചുള്ള ഒരു ഷോ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്തൊക്കെയോ ഐഡിയ മനസ്സിൽ തോന്നുന്നുണ്ട്. അങ്ങനെ ഷോ കഴിഞ്ഞ ശേഷം അത് നടത്തിയ ആളുമായി അവൾ സംസാരിക്കുന്നു. പാഞ്ചി ആയിരുന്നു ആ ഷോ അവിടെ അവതരിപ്പിച്ചത്. താൻ കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന ഫ്രണ്ട് അവനാണ് എന്ന് യാൻ ഷിങ്ങിന് അറിയില്ല. അവന് പക്ഷേ അവളെ പരിചയമുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും തന്റെ കേസുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ സംശയങ്ങൾ അവൾ അവനുമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവൻ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളുടെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയ യാൻ ഷിങ് ഷെന്തുവിനോട് ആ സ്കൂളുമായി ബന്ധപ്പെട്ട കേസിൽ ചേച്ചിയുടെ ലവറായ ഹാനിനെ ആരോ മനഃപൂർവ്വം കുറ്റക്കാരനാക്കിയതാണ്, അതിനുള്ള തെളിവുകൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇന്ന് രാത്രി അവിടേക്ക് വരികയാണെങ്കിൽ സ്പോട്ടിൽ തന്നെ ക്രിമിനലിനെ പിടിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് അവൾ ഷെന്തുവിനോട് പറയുന്നു. അങ്ങനെ അന്ന് രാത്രി അവൾ പറഞ്ഞ സമയത്ത് ഷെന്തു ആ സ്കൂളിൽ എത്തുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ വിളക്കൊക്കെ അണച്ചിട്ട് വേണം ചെല്ലാനെന്ന് യാൻ ഷിങ് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ലൈറ്റില്ലെങ്കിൽ അവന് കാഴ്ചക്കുറവുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് അറിയില്ലല്ലോ. എന്തായാലും അവൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ ഷെന്തു സമ്മതിക്കുന്നതിനാൽ വിളക്കുകളൊക്കെ അണച്ച ശേഷമാണ് അവർ മുന്നോട്ട് പോയത്. അവൻ മറിഞ്ഞു വീഴാതിരിക്കാനായി അസിസ്റ്റന്റ് അവനെ പിടിക്കുന്നുണ്ട്. അവിടെ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ പുറത്ത് കൂടി നിൽപ്പുണ്ടായിരുന്നു. അകത്ത് ഒരു മുറിയിൽ ഒരു വിളക്ക് മാത്രം കത്തിച്ച് വെച്ചിട്ട് അതിന്റെ ഷാഡോ പുറത്തേക്ക് കാണുന്ന വിധത്തിൽ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അകത്ത് യാൻ ഷിങ്ങും പാഞ്ചിയുമാണുള്ളത്. കൊലപാതകം നടന്ന ദിവസം ആ മുറിയിൽ നിന്ന് ഇതേപോലെ ഇറങ്ങി ഓടുന്നത് കണ്ടുവെന്നാണ് ദൃക്സാക്ഷി മൊഴി നൽകിയിരിക്കുന്നത്. പറഞ്ഞു കേട്ടതിൽ നിന്ന് അന്ന് നടന്ന സംഭവം യാൻ ഷിങ് അതേമാതിരി ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഹാനിന്റെ വേഷം ധരിച്ച പാഞ്ചി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയപ്പോൾ അവിടെ കൂടി നിന്നവർക്ക് അത് ഹാൻ തന്നെയാണ് എന്ന തോന്നലുണ്ടാവുന്നു. അരണ്ട വെളിച്ചത്തിൽ അയാളുടെ മുഖം കാണുന്നതിന് വേണ്ടി അയാൾ വെളിയിലേക്ക് ഇറങ്ങിയ സമയത്ത് ചെറിയൊരു ഫയർ വർക്കും അവിടെ നടന്നിരുന്നു. ആ വെട്ടത്തിലാണ് ഓടിപ്പോയത് ഹാനാണ് എന്ന് ദൃക്സാക്ഷി മൊഴി നൽകിയത്. ഇപ്പോഴും അയാൾ അത് തന്നെ പറയുന്നു. പക്ഷേ അത് ഹാൻ അല്ല എന്ന് ഷെന്തുവിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും യാൻ ഷിങ്ങും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അന്നും ഇതേപോലെ തന്നെയാണ് സംഭവിച്ചത്. മിൻഹാളിൽ തീപിടുത്തമുണ്ടായതിന്റെ വെളിച്ചത്തിൽ ഓടിപ്പോയത് ഹാനാണ് എന്ന് കണ്ടു നിന്നയാൾ തെറ്റിദ്ധരിക്കുകയായിരുന്നു. ശരിക്കും ഹാനിന്റെ മുഖം ദൃക്സാക്ഷി വ്യക്തമായി കണ്ടിരുന്നില്ല. ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതും ഡ്രസ്സും ഒക്കെ വെച്ചിട്ടാണ് അത് ഹാൻ തന്നെ ആയിരിക്കുമെന്ന് അയാൾ പറഞ്ഞത്. ഇപ്പോൾ യാൻ ഷിങ് അവരോട് കാര്യങ്ങൾ വിശദമാക്കിയപ്പോൾ തനിക്ക് തെറ്റ് സംഭവിച്ചതായിരിക്കാമെന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഹാനിന്റെ റൂംമേറ്റ് അത് ഹാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് എതിർത്തുകൊണ്ട് നിൽക്കുകയാണ്. അതിന് അയാൾ പറഞ്ഞ കാരണത്തിൽ സംശയം തോന്നുന്നതിനാൽ അയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ യാൻ ഷിങ് ഷെന്തുവിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹാനിന്റെ റൂംമേറ്റിനെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ബാക്കി സ്റ്റുഡൻസും പിരിഞ്ഞു പോകുന്നു. അപ്പോഴാണ് പാഞ്ചി അങ്ങോട്ടേക്ക് മടങ്ങി വന്നത്. തന്നെ ഹെൽപ്പ് ചെയ്തതിന് യാൻ ഷിങ് അവന് നന്ദി പറയുന്നു. അവളോട് യാത്ര പറഞ്ഞ് അവൻ പോകുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിച്ച സമയത്ത് അവൾ വളരെ സന്തോഷത്തോടെ അയാളോട് സംസാരിക്കുന്നതും മറ്റും കണ്ടപ്പോൾ അവൾ ഇത്ര സന്തോഷത്തോടെ വേറെ ആരോട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. അവർ തമ്മിൽ വേറെ എന്തെങ്കിലും റിലേഷൻ കാണുമോ എന്നൊക്കെ അസിസ്റ്റന്റ് ഷെന്തുവിനോട് സംശയം പറയുന്നുണ്ട്. അവർ അത്ര അടുത്ത് ഇടപെടുന്നത് ഷെന്തുവിനും അത്ര പിടിച്ചിട്ടില്ല. ആ ദേഷ്യത്തിൽ അവൻ അവളെ കൊണ്ടുപോകാൻ നിൽക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. ചോദ്യം ചെയ്യാൻ ഞാൻ കൂടി വരണ്ടേ എന്ന് യാൻ ഷിങ് പുറകിൽ നിന്ന് വിളിച്ച് ചോദിച്ചിട്ടൊന്നും അവൻ നിൽക്കുന്നില്ല. കുറ്റവാളിയും കൊണ്ട് നേരത്തെ തന്നെ എത്തിയെങ്കിലും അവൻ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നില്ല. യാൻ ഷിങ് അവിടെ എത്തുന്നത് വരെ അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവളോട് തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങാൻ അവൻ ആവശ്യപ്പെടുന്നു. ഹാൻ തൻ്റെ ലവർക്കൊപ്പം ഒളിച്ചോടി പോകുന്ന വിവരം റൂംമേറ്റായ അയാളോട് പറഞ്ഞിരുന്നു.
തലേ ദിവസം തന്നെ അവൻ പോയത് കാരണം അവൻ ഇനി ഒരിക്കലും തിരികെ വരില്ലായിരിക്കും എന്ന് കരുതിയാണ് അയാൾ കൊലപാതകം നടത്തിയിട്ട് ഇങ്ങനെ ഒരു കുറ്റം ഹാനിന്റെ തലയിൽ കെട്ടിവെച്ചത്. ചോദ്യം ചെയ്യൽ അയാൾ അത് സമ്മതിക്കുന്നുണ്ട്. കുറ്റം ചെയ്തത് താനാണെങ്കിലും എന്തിനാണത് ചെയ്തത് എന്ന് ആദ്യം അയാൾ പറയാൻ തയ്യാറാവുന്നില്ല. ഷെന്തു ഭീഷണിപ്പെടുത്തി ചോദിച്ചപ്പോഴാണ് അയാൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. റൂംമേറ്റായ ഹാനിനോട് അയാൾക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അവന് നൽകാൻ വേണ്ടിയിട്ട് കുറേ കവിതകൾ ഒരുമിച്ചാക്കി അതിന്റെ ഒരു കളക്ഷൻ ബുക്ക് അയാൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരൊക്കെ പാവപ്പെട്ട സ്റ്റുഡൻസ് ആയതുകൊണ്ട് അവരുടെ കൂടെ പഠിച്ചിരുന്ന പണക്കാരായ കുട്ടികൾ അവരെ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. ഇവനിങ്ങനെ കുറേ പോയം ഒക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത് കണ്ടപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പണക്കാരനായ ഒരു സ്റ്റുഡന്റിന് അത് ഇഷ്ടപ്പെടാതെ ആ കവിതകളിൽ കുറെ മഷി തട്ടിയിട്ട് അത് നശിപ്പിക്കുന്നു. അതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയാളെ കൊന്നത്. മാത്രമല്ല ഇതിനെക്കുറിച്ച് കേട്ട് കഴിയുമ്പോൾ ഹാൻ തിരികെ എത്തും എന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നു. ഇങ്ങനെ അയാൾ കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ഇപ്പോൾ തിരികെ എത്തിയ ശേഷം ഹാനിനെ എവിടെയാണ് അയാൾ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നും ഷെന്തു അവരോട് ചോദിക്കുന്നുണ്ട്. ആദ്യം അതൊന്നും പറയാൻ തയ്യാറാവുന്നില്ലെങ്കിലും അവസാനം എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള സ്ഥലം അയാൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അവർ അവിടെ എത്തിയപ്പോൾ ഹാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് മറ്റൊരു സ്ഥലത്ത് നിന്ന് അവരുടെ തന്നെ ഗാർഡ്സിന്റെ സിഗ്നൽ അവർക്ക് കിട്ടുന്നത്. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പുറപ്പെടാൻ തുടങ്ങുന്നു. യാൻഷിയും അവർക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ. അവളെ മുമ്പത്തെ പോലെ കുതിരപ്പുറത്തേക്ക് എടുത്ത് എറിഞ്ഞിട്ടാണ് ഷെന്തു കുതിരപ്പുറത്തേക്ക് കയറിയത്. ഒരു തവണയെങ്കിലും നിനക്കെന്നെ മര്യാദയ്ക്ക് കയറാൻ സമ്മതിച്ചുകൂടെ എന്ന് യാൻഷിങ് അവനോട് പരാതി പോലെ പറയുന്നുണ്ട്. പക്ഷെ അവനതൊന്നും കാര്യമാക്കാതെ കുതിര ഓടിച്ചു പോകുന്നു. അവർ ആ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും അതിന്റെ പുറത്ത് അങ്ങനെ കിടന്ന് അവളൊരു പരുവമായിരുന്നു. കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങാനായി അവൻ കൈ നീട്ടുന്നുണ്ടെങ്കിലും അവനിട്ടൊരു അടി കൊടുക്കുകയാണ് ചെയ്തത്. എന്റെ കാലൊക്കെ മരവിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്നെ ഒന്ന് താഴെ ഇറങ്ങാൻ സഹായിക്കാൻ അവന്റെ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്. അസിസ്റ്റന്റ് അതിനായി മുന്നോട്ട് ആഞ്ഞതാണെങ്കിലും ഷെന്തുവിന്റെ നോട്ടം കണ്ടപ്പോൾ പേടിച്ച് പിന്മാറുന്നു. അങ്ങനെ അവൾ തന്നെയാണ് കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങുന്നതിനിടയിൽ അവൾ താഴേക്ക് വീഴാൻ തുടങ്ങുന്നുണ്ട്. ഷെന്തു പെട്ടെന്ന് അവളെ താങ്ങി പിരിക്കുന്നു.